വെൽക്കം ടു ടാർഗറ്റ് ലേണിംഗ് ആം. നമ്മുടെ അടുത്ത ദിവസത്തെ സയൻസ് ക്ലാസ് ആണ് അല്ലേ. ആൾറെഡി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നോക്കാം. നിങ്ങളെ പ്രിപ്പറേഷനൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മാത്സും GK-യും സയൻസും എല്ലാം കറക്റ്റ് പഠിച്ച് നല്ല മാർക്കോട് കൂടി നിങ്ങൾക്ക് USS നേടാൻ കഴിയട്ടെ. നോക്കാം, നമുക്ക് പുതിയ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദ പെർസെൻറ്റേജ് ഓഫ് വിച്ച് എലമെൻറ്റ് is high in NPK mixture. NPK. What is NPK mixture? Nitrogen, phosphorus, K for potassium. Nitrogen, phosphorus and potassium മിക്സ്ചറിൽ ഏതിൻ്റെ പെർസെൻറ്റേജ് ആണ്, ഏത് എലമെൻ്റ് ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ നമുക്ക് നോക്കാം. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ്: A phosphorus, B nitrogen, C potassium and D calcium. Okay, so from the options the best answer is nitrogen. Okay, the percentage of which element is high in NPK mixture? The correct answer is nitrogen. Okay, come to the next question. നമുക്ക് ഫെമിലിയർ ആണ്, വിറ്റാമിൻസും അതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നോക്കി നോക്കാം നമുക്ക്. വിറ്റാമിൻ ദാറ്റ് ഹെൽപ്സ് ഇൻ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. ശ്രദ്ധിക്കണം, ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡിന് ഹെൽപ്പ് ചെയ്യുന്ന വിറ്റാമിൻ ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻ. വിറ്റാമിൻ ദാറ്റ് ഹെൽപ്പ് ഇൻ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. നോക്കാം ഓപ്ഷൻ. വിറ്റാമിൻ A ആണോ, വിറ്റാമിൻ C ആണോ, വിറ്റാമിൻ D ആണോ, അതോ വിറ്റാമിൻ K ആണോ? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് കൺഫ്യൂഷൻ ആവാൻ അത് മതി അല്ലേ. നമുക്ക് കൺഫ്യൂഷൻ ആവാൻ വിറ്റാമിൻ A, വിറ്റാമിൻ C, വിറ്റാമിൻ D ആൻഡ് വിറ്റാമിൻ K നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് കറക്റ്റ് ആൻസർ വിറ്റാമിൻ C ആണോ, വിറ്റാമിൻ A ആണോ, വിറ്റാമിൻ D ആണോ എന്നുള്ളൊക്കെ ഡൗട്ട് വരും. പക്ഷേ ഒരു ഡൗട്ടും വേണ്ട മക്കളെ. ദ കറക്റ്റ് ആൻസർ ഈസ് വിറ്റാമിൻ K. വിറ്റാമിൻ K. വിറ്റാമിൻ K ദാറ്റ് ഹെൽപ്സ് ഇൻ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. ഓക്കെ, കം ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതും നമുക്ക് ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ദ ഓർഗാൻ വിത്തൗട്ട് മസിൽസ്. ദ ഓർഗാൻ വിത്തൗട്ട് മസിൽ. മസിൽ ഇല്ലാത്ത ഒരു ഓർഗാൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹേർട്ട് ഉണ്ട്, ലങ്, സ്റ്റൊമക്ക്, സ്മാൾ ഇൻറ്റസ്റ്റൈൻ. ഹാർട്ട്, ലങ്, സ്റ്റൊമക്ക്, സ്മാൾ ഇൻറ്റസ്റ്റൈൻ. നോക്കാം, നമുക്ക് ഓപ്ഷനിലൂടെ ഒന്ന് പോയി നോക്കാം. ഹാർട്ടിൽ മസിലിൻ്റെ പറയുന്ന പേരാണ് കാർഡിയാക് മസിൽ. കാർഡിയാക് മസിൽ അല്ലേ. സ്റ്റൊമക്കിൽ മസിൽസ് ഉണ്ട്, സ്മാൾ ഇൻറ്റസ്റ്റൈൻസ് മസിൽസ് ഉണ്ട്. ആ മസിൽസ് അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നത്. എന്നാൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ലങ് എന്ന് കാണാം. ലങ് ആണ് ദ ഓർഗാൻ വിത്തൗട്ട് മസിൽസ്. ഓക്കെ, മസിലില്ലാത്ത ഓർഗാൻ ഏതാണെന്ന് ചോദിച്ചാൽ ലങ് ആണ് ആൻസർ. സോ കം ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താ നമുക്കൊന്ന് നോക്കാം. Which is not a part of the circulatory system in human? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യനിൽ നോട്ട് ചില ക്വസ്റ്റ്യനിൽ ഒളിഞ്ഞ് ഇരിപ്പുണ്ടാവും അല്ലേ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കണ്ടോ ഒരു നോട്ട് ഉണ്ട്. അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ, അല്ലാത്തത്. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. ഓടിക്കയറി പെട്ടെന്ന് ആൻസർ ചെയ്തിട്ട് തെറ്റിച്ചു കളയരുത്. ഓക്കെ, which is not a part of circulatory system in human. ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ പാർട്ട് അല്ലാത്തത് ഇതിൽ ഏതാണെന്നുള്ളത്. ഹാർട്ട്, ലങ്, ആർട്ടറി, വെയിൻ. ഏതായിരിക്കും? ഹാർട്ട്, ആർട്ടറി, വെയിൻ അല്ലാതെ വരുന്നത് ഏതാണ്? നേരത്തെ പോലെ തന്നെ ലങ് ആണ് നമ്മളെ കറക്റ്റ് ആൻസർ ആയിട്ട് പറയും. ഓക്കെ, സോ ദ പാർട്ട് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം ഹേർട്ട്, ആർട്ടറി, വെയിൻ ഒക്കെ അതിൽ വരുന്നതാണ്. അതിലല്ലാത്തത് ഏതാണ്? ലങ് ആണ്. അത് ഏതിൽ വരുന്നതാണ്? ഇറ്റ് ഈസ് എ റെസ്പിറേറ്ററി സിസ്റ്റം. ഓക്കെ, റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുന്നതാണ് ഏത്? ലങ്. ഓക്കെ, കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ടർ ഹാസ് ഹൈ ഡെൻസിറ്റി അറ്റ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒക്കെ നമുക്ക് ഡിഗ്രി സെൽഷ്യസിലാണ് വാല്യൂസ് തന്നിട്ടുള്ളത്. 0 ഡിഗ്രി സെൽഷ്യസ്, 4 ഡിഗ്രി സെൽഷ്യസ്, 40 ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി സെൽഷ്യസ്.
അപ്പോൾ നമ്മുടെ കൺഫ്യൂഷൻ ഇതാവും, വാട്ടർ ഹാസ് ഹൈ ഡെൻസിറ്റി അറ്റ് 0 ഡിഗ്രി സെൽഷ്യസിലായിരിക്കുമോ അതോ 100 ഡിഗ്രി സെൽഷ്യസിലായിരിക്കുമോ എന്നാണ് നമ്മളെ ഡൗട്ട് മെയിനായിട്ടും ഉണ്ടാവുക അല്ലേ. എന്നാൽ മനസ്സിലാക്കുക, ആൻസർ 0 ഡിഗ്രി സെൽഷ്യസും അല്ല 100 ഡിഗ്രി സെൽഷ്യസും അല്ല. ദ കറക്റ്റ് ആൻസർ ഈസ് 4 ഡിഗ്രി സെൽഷ്യസ്. ദ വാട്ടർ ഹാസ് ഹൈ ഡെൻസിറ്റി അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ് എന്നതാണ് ആൻസർ. ഓക്കെ, നോക്കാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെയിം മറ്റേ ക്വസ്റ്റ്യൻ്റെ അതേ മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് വാട്ടർ ബിക്കംസ് സ്റ്റീം. വാട്ടർ സ്റ്റീം ആവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ ആണ് ചോദിച്ചിട്ടുള്ളത്. ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് വാട്ടർ ബിക്കംസ് സ്റ്റീം. 0 ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷനിലുണ്ട്, 4 ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷനിലുണ്ട്, 100 ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷനിലുണ്ട്, അതുപോലെ തന്നെ അറ്റ് ഓൾ ടെമ്പറേച്ചർ എന്നുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ദ കറക്റ്റ് ആൻസർ ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് വാട്ടർ ബിക്കംസ് സ്റ്റീം, ദാറ്റ് ഈസ് 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസ്, അതായത് 100 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും എന്തുണ്ടാവുക, ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് വാട്ടർ ബിക്കംസ് സ്റ്റീം. ഓർത്തു വയ്ക്കാം. കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. കൂടാതെ അറിയുന്നവന് USS എക്സാമിൽ 1 മാർക്ക് അധികം കിട്ടാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ലൈറ്റ് റേസ് കോസിങ് സൺസ്ട്രോക്ക്. ദ ലൈറ്റ് റേസ് കോസിങ് സൺസ്ട്രോക്ക്. സൺസ്ട്രോക്ക് എന്നൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ സാധാരണ അതിൻ്റെ ഓപ്ഷനിൽ അൾട്രാ വയലറ്റ് ഫസ്റ്റ് കാണാം, ഇൻഫ്രാറെഡ്, എക്സ്റേ ആൻഡ് വിസിബിൾ ലൈറ്റ്. സൺസ്ട്രോക്ക് അല്ലേ, സണ്ണ് എന്ന് വരുന്ന എപ്പോഴും നമ്മൾ പറയൽ അൾട്രാ വയലറ്റ് ആണല്ലോ, അതുകൊണ്ട് അൾട്രാ വയലറ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് തന്നെ ഓപ്ഷൻ എ കാണുമ്പോൾ എന്ത് ചെയ്യരുത്, ആൻസർ ചെയ്യരുത്. ഓക്കെ, ഏതാണ്? അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ്, എക്സ്റേ ആൻഡ് വിസിബിൾ റേ. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് ഇൻഫ്രാറെഡ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഇൻഫ്രാറെഡ്. ദ ലൈറ്റ് റേസ് കോസിങ് സൺസ്ട്രോക്ക് ഈസ് infrared rays. Okay, come to the next question. Where is the thermal power plant in Kerala located? Thermal power plant എന്നതാണ് പ്രധാനം. തെർമൽ പവർ പ്ലാന്റ് കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നല്ലളം, കായംകുളം, കഞ്ചിക്കോട്, പള്ളിവാസൽ. 4 ഓപ്ഷൻസ് ഉണ്ട്. നല്ലളം, കായംകുളം, കഞ്ചിക്കോട്, പള്ളിവാസൽ. ഇതൊന്ന് മനസ്സിലാക്കുക. തെർമൽ പവർ പ്ലാന്റ് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ദാറ്റ് ഈസ് ഇൻ കായംകുളം ആണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ദ നമ്പർ ഓഫ് ടീത്ത് ഇൻ ആൻ അഡൾട്ട് ഹ്യൂമൻ മാൻ. ഒരു അഡൾട്ടായിട്ടുള്ള ഹ്യൂമൻ മാൻ എത്ര ടീത്തുകൾ ഉണ്ടാവും? നമ്പർ ഓഫ് ടീത്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്പർ ഓഫ് ടീത്ത് ഓപ്ഷൻ 28 ഉണ്ട്, 30 ഉണ്ട്, 32 ഉണ്ട്, 34 ഉണ്ട്. നമുക്ക് ഓൾറെഡി പലരും പറയുന്നതാണ് 32 പല്ലുകളെന്ന്. സോ ആൻസർ ഈസ് 32. ആൻസർ ഈസ് 32. സോ കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ടീത്തുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ദ നമ്പർ ഓഫ് മിൽക്ക് ടീത്ത്. എന്താണ്? പാൽപ്പല്ല് കേട്ടോ. നമ്പർ ഓഫ് മിൽക്ക് ടീത്ത് ഇൻ ചിൽഡ്രൻ. കുട്ടികളിൽ ഉണ്ടാകുന്ന ചെറിയ ആദ്യത്തെ പല്ലുകൾ നമ്മൾ പറയുന്ന പേരാണ് പാൽപ്പല്ല് അല്ലെങ്കിൽ മിൽക്ക് ടീത്ത്. അത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. 20, 24, 28, 32. 38 ഇവിടെ ഉണ്ട്, പക്ഷെ എന്താണ് 38 അഡൾട്ടിലുള്ളതാണ്. 32 അത് അഡൾട്ടിലുള്ളതാണ് 32. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്ക്, ഏകദേശം എല്ലാ ഓപ്ഷൻസും ഒരുപോലെ തോന്നുന്നു. 20, 24, 28 എന്നൊക്കെ തോന്നുന്നു. അതിൽ നിന്ന് ദ മിൽക്ക് ടീത്ത് ഇൻ ചിൽഡ്രൻ, ദ കറക്റ്റ് ആൻസർ ഈസ് 20. കറക്റ്റ് ആൻസർ ഏതാണ്? 20 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. നമ്പർ ഓഫ് മിൽക്ക് ടീത്ത് ഇൻ ചിൽഡ്രൻ ചോദിക്കുകയാണെങ്കിൽ 20 ആണ് കറക്റ്റ് ആൻസർ.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടിലേക്ക് എഴുതിയെടുക്കുക. അത് കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. സിലബസ് പ്രകാരം നമ്മളെ സയൻസ്, ബേസിക് സയൻസിലെയും മാത്സിലെയും GK-ലെയും എല്ലാ ക്വസ്റ്റ്യൻസും ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആ ദിവസങ്ങൾ മാക്സിമം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താവാം, ഒരു USS സ്കോളർ ആവാം. ഓൾ ദി ബെസ്റ്റ്.